നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് വ്യൂ റൂമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ ലൈവിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാനിവിടെ ഐ ബട്ടണിൽ ഞാൻ എൻ്റെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. കഴിഞ്ഞ 2023 മുതലുള്ള വ്യൂസ്, മറ്റുള്ളവരെടുക്കുന്ന പ്രോഫിറ്റുകൾ, അതൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള രീതികളാണ് അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മൊത്തത്തിലൊന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി അതും പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. ഫോറക്സിൻ്റെ ഉണ്ട്, ക്രിപ്റ്റോ ഇല്ല, ഫോറക്സ്, കൊമോഡിറ്റി സെഗ്മെൻറ്റ്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, അതേപോലെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യാം. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാനുമാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. എവിടെ കയറണം, എവിടെ ഇറങ്ങണം എന്നുള്ളത് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ്, എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നൊരു റൂമുണ്ട്. അത് രാവിലെ 9 തൊട്ട് 12 വരെയാണ്. അത് ഒറ്റക്ക് ട്രേഡ് ചെയ്തിട്ട് ബോറടി, അല്ലെങ്കിൽ ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ്, രാവിലെ പ്രോഫിറ്റ് വൈകിട്ട് ലോസ്, ഒറ്റക്കിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പലതും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാം, വേണ്ടാന്ന് വെച്ചാൽ ഇറങ്ങാം. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ലൈവ് ഡിസ്കഷൻ റൂമിലുണ്ടാവും. അപ്പോൾ നിഫ്റ്റി അതേപോലെ ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റൂമിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. പക്ഷെ നേരിട്ട് വിളിക്കുക. പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സമയം 8:47 ആയിട്ടുള്ളൂ. നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ചെയ്തു വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിവേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:09 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇന്നലത്തെ പോലെ തന്നെയാണ് കാര്യങ്ങൾ. എന്തോ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മാർക്കറ്റ് ഇന്നലെ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇന്നും മാർക്കറ്റ് ബിഹേവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഒന്ന് താഴത്തോട്ട് വന്നു, ഒന്ന് പോയി, ഒന്ന് അനങ്ങി, ഒന്ന് മേളിലോട്ട് പോയി. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മുകളിൽ ഓപ്പൺ ചെയ്ത് താഴത്ത് വന്ന് 22,657 ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് മേളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഈ വന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഒരു സെയിം മൂവ് പോലെ തന്നെ വരുമോ ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ അന്ന് തൊട്ടേ ഈ ഡൗൺ ആയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് ഇവിടം വരെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ ഉണ്ട്. അപ്പോൾ ഏകദേശം അത് പകുതി വരെ എത്തിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഫില്ല് ചെയ്താൽ ആ ഉദ്യമം അങ്ങ് ആയി എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഇന്ന് കൺസോൾട്ടേഷനായിട്ട് ചിലപ്പോൾ നാളെ എത്താം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9:10 4 മിനിറ്റ് കൂടെ ഉള്ളൂ. ഫാസ്റ്റായിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 22,573 മാർക്കറ്റ് നിൽക്കുന്നത്. അത് നിലവിൽ മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് എന്ന് പറയണത് ഏകദേശം 178 പോയിൻ്റാണ്. ഇന്നലത്തെ സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 178 പോയിൻ്റ് അപ്പിലേക്ക് 22,751 22,751 എന്തെങ്കിലും കാണും. 22,751 748.
736 783. അപ്പോൾ 22 783 798 അവിടെയാണ് ഇപ്പോൾ നിലവിൽ അതിനകത്ത് ചാർട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ 573 പ്ലസ് 178 എന്ന് പറയുമ്പോൾ 751 കണക്കും പ്രകാരം. 736 783. അപ്പോൾ 784 മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോവുള്ളൂ, പീക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് 23 210 പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ഭാഗത്ത് കൺസോൾട്ടേഷൻ ആയിരിക്കാം. കാരണം 736 എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഇവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്ത് ഈ SMA മുകളിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കാം മേ ബി തിരിച്ചു മുകളിലോട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഫാളാവും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 23 210 നിൽക്കുന്ന ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 22 325 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, രാവിലെ കൺസോൾട്ടേഷൻ ആണെങ്കിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം സിയും പിയും എടുത്ത് ഹെഡ്ജ് ചെയ്താൽ ചിലപ്പോൾ ഏതിനെങ്കിലും ഒരു 10-25 പോയിന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് 178 പോയിന്റ് എന്ന് പറയുമ്പോൾ സിയുടെ കേസിൽ നമുക്ക് ഡബിൾ ചാർട്ട് നേരത്തെ എടുത്ത് വെക്കാം. സിയുടെ കേസിൽ മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത്? 22,500. $159 22,600 സ്ട്രൈക്ക് എടുക്കാം. പിയിൽ 22,500 സ്ട്രൈക്ക് എടുക്കാം. ഇപ്പോൾ 2 മിനിറ്റിൽ 9:14 ആയിട്ടുണ്ട്. 2 മിനിറ്റിൽ ലോ എന്ന് പറയുമ്പോൾ 96 കേട്ടോ. 107. പിയിൽ ഓപ്പോസിറ്റ് അല്ലേ പോണേ, അപ്പോൾ അതല്ല വേണ്ടത്, 201 വേണം. അപ്പം അതിൻ്റെ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 140. സിയുടെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ആയിരിക്കാം? 350 687. അപ്പോൾ ഈ ഓപ്പൺ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചിട്ട് ബാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടിപ്പിലാണ്, ഈ ടിപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ ടിപ്പ് 140 നമ്മൾ വരച്ച ടിപ്പിൽ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 188 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. സിയിൽ 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. പതിനഞ്ച് മിനിറ്റാണ് അത് കിടക്കുന്നത്. നൂറ്റി 85 കൂടെ ബ്രേക്ക് ചെയ്താൽ 200 ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കത് 2 മിനിറ്റ് ആക്കാം. കിടക്കുന്നത് 5 മിനിറ്റാണ് കിടക്കണേ. RSI സിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. അപ്പം അത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല.
ഓൾമോസ്റ്റ് 194 വരെ പോയിട്ടുള്ളൂ, 200ലേക്ക് പോയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് 200 ആണ്, അറ്റ്ലീസ്റ്റ് ഒരു 199 199 വരെയെങ്കിലും മാർക്കറ്റ് പോകണം. 200 196 196.75. അപ്പോൾ 200 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 198 ആ ഒരു റേഞ്ചിൽ, 199 ആ റേഞ്ചിലാണ്. ഓൾമോസ്റ്റ് 180 തൊട്ട് 196 വരെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10-15 പോയിന്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ അതിൽ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. കാരണം 15 മിനിറ്റ്സ് ഇട്ടത് ഏതായാലും നന്നായി, കാരണം 200 വരെ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഒരു കാരണവശാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഗ്രീനിലേക്ക് പോകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. അതൊന്ന് ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞിട്ടൊക്കെ പോകത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പോയത് 195 വരെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 2 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലോക്ക് ചെയ്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും വലിയ വിഷയങ്ങളില്ല. കൺസോൾട്ടേഷൻ സോണാണ്. അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. 98 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 115ലേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഇനി 195 ബ്രേക്ക് ചെയ്താൽ 199 ബ്രേക്ക് ചെയ്ത് 200 ബ്രേക്ക് ചെയ്താൽ 222ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം RSI സ്റ്റിൽ സിക്ക് അഭിമുഖീകരിച്ച് നിൽക്കുകയാണ്. പിയിലേക്ക് ഡൈവർജൻസ് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നൊരു ഡൈവർജൻസ് 50ലോ അതിനപ്പുറം വരാതെ നമ്മൾ വലിയ കാര്യമായിട്ട് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വലിയ കാര്യങ്ങളില്ല. കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടിങ് ലെവലാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഏത് വശത്തേക്ക് വേണമെങ്കിലും തിരിയാം. ഇപ്പോൾ 180 ആണെങ്കിലും 185 നിന്നാണെങ്കിലും 195 ആണെങ്കിലും ഈസി ആയിട്ട് 10 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നത് കൊണ്ടാണ് എനിക്കിവിടെ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തതിൻ്റെ റീസൺ. ഇത് കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീനും റെഡും ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കും. നമ്മളത് നേരെ 5 മിനിറ്റിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 10-15 പോയിന്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇനി ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് എന്താ അവസ്ഥയെന്ന് നോക്കാം. നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ നമ്മൾ വരച്ചിട്ട ആ ലൈനിൽ നിന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്നലത്തെ സെയിം പ്രൊസീജിയർ നോക്കിക്കേ. ആ ഒരു ഒറ്റ കേസിലാണ് ഇപ്പം മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. അതായത് സി ഒന്ന് ഓപ്പൺ അപ്പ് ആയി, അത് കഴിഞ്ഞിട്ട് പിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇന്നലെ ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നത്. അതേപോലെ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ 2 മിനിറ്റിൽ ഇവിടെ ഒരു ഡൈവർജൻസ് വരുന്നുണ്ട്, മാർക്കറ്റ് ഇവിടെ മുകളിലോട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 68 നിന്ന് എവിടെ വന്ന് നിൽക്കണേ 130 120 ബ്രേക്ക് ചെയ്താൽ SMA മാർക്കറ്റ് മുട്ടാനായിട്ട് പോകണം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അതിനുശേഷം ഇവിടെ മാർക്കറ്റ് ഇന്നലെ സെയിം ഇതേപോലെ, ഇന്നലെ നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി പ്ലാൻ ചെയ്തത്, ഇന്നത്തത് തേർഡ് ക്യാൻഡിലേക്ക് ആയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വരച്ച 140ലേക്ക് വരുന്നുണ്ട്. 140 കൂടെ ബ്രേക്ക് ചെയ്താൽ 170ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പം ഇതെന്ത് ചെയ്യും, ഇവിടെ മഞ്ഞ ലൈൻ. പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഇവിടെ ഒരു ഏരിയ ആണ്. 120 റെഡ് ലൈനിൽ മുട്ടിയിട്ടുണ്ട്, 114 റെഡ് ലൈനിൽ മുട്ടി നിൽക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ തിരിച്ചു കയറുന്നത്. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പൺ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടായില്ല. അപ്പോൾ 70 നിന്ന് 114 വരെ, അതിൽ നിന്നൊരു 10 പോയിന്റ് കിട്ടിയാലും യാതൊരുവിധ വിഷയവും നമുക്ക് സംഭവിക്കാനില്ല. അപ്പോൾ ഇൻഡെക്സിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കാണും, കണ്ടോ. നമ്മൾ പറഞ്ഞത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ 22,645 ആണ്. ആ 22,645 ആദ്യം സപ്പോർട്ട് എടുത്തതിൻ്റെ റിജക്ഷനാണ് ആ കണ്ടത്. ഇനി അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ്
മാർക്കറ്റ് എന്ത് ചെയ്യുള്ളൂ, പിന്നെയും താഴത്തോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ. ഓരോരുത്തരൊക്കെ പ്രോഫിറ്റൊക്കെ എടുത്തു തുടങ്ങി. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ബാക്കിയുള്ളവരും ചിന്തിക്കുന്നത്. ഇപ്പം സിയിലും പിയിലും കൂടെ വലിയ തരക്കേടില്ലാത്ത ഇപ്പോൾ 70 നിന്ന് 34 വരെ ഉള്ളതിൽ പോട്ടെ, 70 നിന്ന് 80 വരെ 20 വരെ ആണെങ്കിലും നമുക്ക് 10 പോയിൻ്റാണ്. ആ കൺസോൾട്ടേഷനാണ് രാവിലെ തന്നെ മാർക്കറ്റിലുള്ളത്. അപ്പോൾ കയറേണ്ട സ്ഥലത്ത് കയറുക, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ യാതൊരുവിധ വിഷയവും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇനി ഇവിടെ എന്താണ് അവസ്ഥ, RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് താഴത്ത് വന്ന് SMA സപ്പോർട്ട് എടുത്തു. അവിടെ അത്ര സംഭവിച്ചിട്ടുള്ളൂ. 195 ബ്രേക്ക് ചെയ്താൽ ഈസി ആയിട്ട് 200ലേക്ക് മാർക്കറ്റ് പോകും. കാരണം രാവിലെ 200 അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ 200 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പോകും. ഇപ്പോൾ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ സിയിലാണെങ്കിലും പിയിലാണെങ്കിലും രാവിലെ തന്നെ 10-25 പോയിൻ്റ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ റിജക്ഷൻ ആയതെന്ന് വെച്ചാൽ SMA മുട്ടി അവിടെ നിന്ന് റിജക്ഷൻ ആയതാണ് ഈ കാണുന്നത്. കൺസോൾട്ടേഷനാണ്, ഗ്രീനും റെഡും മാറി മാറി വരും എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഇവിടെ ഇനി ഇങ്ങനെ താഴത്തോട്ടും കാരണം അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200 ആണ്. ഇവിടെ 110 ബ്രേക്ക് ചെയ്താൽ 115 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 140ലേക്കോ 162ലേക്കോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൺസോൾട്ടേഷൻ ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ പറഞ്ഞ അതേ കാര്യം 22,812 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോവുള്ളൂ. ഈ ലോ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് താഴത്തോട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് ലൈനിൽ അപ്പും ഡൗണും കളിച്ച് ഈ SMA വരുന്നത് വരെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഞ്ഞ ലൈൻ മുട്ടിയിട്ടില്ല. ഇവിടെ ഓൾറെഡി മഞ്ഞ ലൈൻ മുട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതേപോലെയുള്ള സെയിം മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം ഓൾറെഡി ഇത് മഞ്ഞ ലൈൻ മുട്ടി, എന്നിട്ട് ഞാൻ ബോട്ട് മുട്ടണം, ആൾ വരണം, പാസഞ്ചർ വരണം, തിരിച്ച് കയറണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് ഓൾറെഡി മുട്ടി, അതായത് ഈ ബോട്ട് കടവിൽ അടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ട് കൂടെ അടുക്കാനുണ്ട്. അത് അടുക്കുന്നത് വരെയും ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്നിട്ടായിരിക്കും പിന്നെ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവണേ. ഇവിടെ എന്താണ്, ഇനി ഒന്നെങ്കിൽ 110 വിത്ത് 110 ബ്രേക്ക് ചെയ്താൽ 124ലേക്ക്, അതും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 140ലേക്കോ 158ലേക്കോ മഞ്ഞ ലൈനിലേക്കോ മുട്ടും. കാരണം ഈ RSI മുകളിലോട്ട് പോയി തിരിയണത് വരെയും ഇവിടെ എന്തായിരിക്കണം, ഇങ്ങനെ കൺസോൾട്ടേഷൻ കളിച്ച് നിൽക്കണം. ഇനിയിപ്പോൾ ഒരു സേഫ് സോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 190 ബ്രേക്ക് ചെയ്താൽ 197ലേക്ക് ഒരു ടിപ്പ് അടിക്കും. ആ ടിപ്പ് ബ്രേക്ക് ചെയ്താൽ 223ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇവിടെ 110 വിത്ത് 123 കൂടെ ബ്രേക്ക് ചെയ്യണം. 110 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ ടിപ്പ് 123 ഇട്ട് അവിടെയും ബ്രേക്ക് ചെയ്താൽ സാധനം 158ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടെ ഏകദേശം ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്തിട്ടുള്ള എൻട്രി എടുക്കാം. കാരണം ഇതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ അപ്പം ലെഫ്റ്റ് സൈഡിൽ SMA സപ്പോർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ താഴത്തെ 142.44 സപ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പോൾ 110 ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ലെവൽ എന്ന് പറയുന്നത് 124.60 ആണ്. അപ്പോൾ 110 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ആദ്യത്തെ വിക്ക് ചെന്നടിക്കുന്നത് 124.60 കാരണം ഇവിടെ SMA വീണ്ടും സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഈ റിജക്ഷൻ വരുന്നത്. അതത്ര വലിയ ശാശ്വതമായിട്ടുള്ള ഗ്രീനൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ടായിരിക്കും ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാൻ പോകുന്നത്. ഇതൊക്കെ ട്രാപ്പാണ്. ഇതൊക്കെ സേഫായിട്ടുള്ള സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 190 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇവിടെ സേഫായിട്ടുള്ള സോണുള്ളൂ. ഇവിടെ 110 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സേഫായിട്ടുള്ള ഒരു സോണുള്ളൂ. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഒന്ന് താഴത്തോട്ട് വന്ന് 70 സപ്പോർട്ട് എടുക്കാം.
അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ആവറേജിങ്ങിൻ്റെ പരിപാടി അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ അകത്ത്, ഈ ബോക്സിൻ്റെ അകത്ത് സ്കാൽപ്പിങ് മാത്രമേ നടക്കത്തുള്ളൂ, അല്ലാതെ വലിയ മൂവ്മെൻ്റ് ഒന്നും, റൈഡിങ് ഒന്നും നടക്കുകയില്ല. ബോക്സിന് പുറത്ത് വരാത്തിടത്തോളം കാലം ഒരു പരിപാടി നടക്കുകയില്ല. അപ്പോൾ ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവറേജിങ് ഉദ്ദേശിക്കുന്നത് 55-ലായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് ആവറേജിങ് ഉദ്ദേശിക്കുന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് 149 ആയിരിക്കും. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ 190 ബ്രേക്ക് ചെയ്ത 221 എന്ത് ചെയ്യും, അവിടെയും ഒരെണ്ണം ബൈ ചെയ്ത് ഹെഡ്ജ് ചെയ്യും. ഇപ്പോൾ 70-ൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്ന് ഡൗൺ ആയാൽ എന്ത് ചെയ്യും, പി റൈറ്റ് സൈഡ്, അത് 70-ൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണേ, ഇത് 185 നിന്ന് ബ്രേക്ക് ചെയ്താൽ 221 വരെ പോകുമ്പോൾ അത് നമുക്ക് ബൈ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹെഡ്ജ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വലിയ ടെൻഷനൊന്നും പറയേണ്ട കാര്യം. നമ്മൾ ശരിക്കും 70-ലാണ് നമ്മൾ എൻട്രി ഉദ്ദേശിച്ചത്, അത് കുറച്ച് ഇതായി പോയെന്നുള്ളൂ. അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലാണ്. ഈ ഡോജി ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് പോരും. അങ്ങനെയാണെങ്കിൽ ഇത് മുകളിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഹെഡ്ജ് ചെയ്ത് വെക്കാം. എങ്ങനെ ഹെഡ്ജ് ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം. ഇവിടെ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 221 ഇട്ട് പോകത്തുള്ളൂ. 190 ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 221 വരെ പോകും. കാരണം RSI സ്റ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് പൊസിഷനിലേക്കാണ് നിൽക്കുന്നത്. അപ്പം നമ്മളവിടെ എന്താ ഹെഡ്ജ് ചെയ്തിട്ടിരിക്കുകയാണ്, രണ്ടും ഹെഡ്ജ് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ CE 221 ഇട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അടുത്ത ക്യാൻഡിലെ മൂവ് 221-ലേക്കായിരിക്കും. ശരിക്കും 70-ൽ വന്നപ്പോഴായിരുന്നു രണ്ടും എൻട്രി എടുക്കേണ്ടത്. പിന്നെ കുറച്ച് ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ എന്ന് പറയും, ഇത്തിരി നേരത്തെ കയറേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു മടക്ക് അവിടെ വന്നിട്ടുണ്ട്. മടക്ക് വന്നതിന് മുമ്പ് ഒരു ഡൗണും കൂടെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ മാർക്കറ്റ് 221 ഇട്ട് പോകും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് CE റിവേഴ്സ് ആവും. അതെന്ത് ചെയ്തു, അത് സെല്ല് ചെയ്തു. നഷ്ടമില്ല. ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് എന്താക്കാം, നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോൾ ബ്രേക്ക് ആവുന്നോ അപ്പം ഹെഡ്ജ് ചെയ്തിട്ട് നമ്മുടെ ലോസ് കുറക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ എക്സിറ്റ് ആയതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് താഴത്തേക്ക് വന്നാൽ മറ്റവരെന്ത് ചെയ്യും, ഒറ്റയടിക്കായിരിക്കും എങ്ങോട്ട് പോണേ, 221 ഇട്ട് പോണത്.
201, 204, 209, 210 വരെ പോയിട്ടുണ്ട്. 221 വരെ പോകുമെന്ന് നോക്കാം. 207, 206, 209 പോകുന്നില്ലല്ലോ. പോകണ്ടല്ലേ, 221 വരെ പോകേണ്ടതാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ബ്ലൂ ലൈനിൻ്റെ ചോട്ടിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകാത്തത്. അവിടെ സെല്ല് ചെയ്തു. ഇനി വീണ്ടും നമുക്ക് വേണേൽ ബൈ ചെയ്യാം. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഓപ്പൺ വിക്ക് വന്നിട്ടില്ല, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് 221 ഒരു എൻട്രിയും കൂടെ വേണമെങ്കിൽ എടുക്കാം, പ്രശ്നങ്ങളുണ്ടാവില്ല. കാരണം ഇതിൻ്റെ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഏത് നിമിഷവും ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 221 ഒരു മൂവും കൂടെ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സഡൻ ഫാൾ ആവും, അല്ലെങ്കിൽ ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യും. കാരണം ഇപ്പോഴും മാർക്കറ്റ് 221 ഹിറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇറങ്ങി അതേ സ്ഥലത്ത് വീണ്ടും ഒരു എൻട്രി കൂടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ജിങ് പൊസിഷനിലേക്ക് വീണ്ടും ഒരു എൻട്രി കൂടെ അവിടെ പ്ലാൻ ചെയ്തു. കാരണം കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്ക് ഉടനെ ഹെഡ്ജ് ചെയ്തിട്ടേക്കുക. അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം അത് 221 പോകുമെന്നുള്ള ഒരു സംശയത്തിലാണ് ഞാനീ നിൽക്കുന്നത്. 212 അടുത്ത ക്യാൻഡിൽ, ഇത് ഡോജി ക്യാൻഡിലാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യും, 221 പോകും. നമ്മുടെ ലോസ് വരാതിരിക്കാൻ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സിംഗിളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഹെഡ്ജ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയുണ്ട്. അത് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യിപ്പിക്കും. നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, വൺ സൈഡ് ലോസ് പോയി എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വരില്ല. അപ്പം അതിന് നമുക്ക് ഡബിൾ ചാർട്ട് വേണം. കാരണം മാർക്കറ്റ് ഇപ്പോഴും ഒരു ഫുൾഫിൽ ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 221 എന്നുള്ള ഭാഗം ടച്ച് ചെയ്യാതെ, അതായത് കണ്ടിന്യൂസ് ഒരു ഫാളിലേക്കാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ 221 ടച്ച് ചെയ്യാതെ മാർക്കറ്റിൽ നിവർത്തിയില്ല. ഈ 195 ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് നിൽക്കുകയാണ്. പിന്നെ RSI സ്റ്റിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ട് അത് തിരിച്ച് നിവർന്നിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ്ജ് ചെയ്തിട്ടിരിക്കുകയാണ്. ഹെഡ്ജ് ചെയ്തിട്ടാലും 5,700 800 രൂപയുടെ അപ്പുറം ഇങ്ങനെ നിൽക്കത്തില്ല, അതിനകത്തെ ഇങ്ങനെ കളിച്ച് നിൽക്കത്തുള്ളൂ. കാരണം എന്തായാലും ഈ യെല്ലോ ലൈൻ ഇവിടെ മുട്ടണം. ഇത് മുട്ടാതെ നമുക്കൊരു കൺഫർമേഷൻ എടുക്കാൻ പറ്റില്ല. അതുവരെ ഹെഡ്ജ് ചെയ്തിടും മാർക്കറ്റ്. നമുക്കൊരു കൺഫ്യൂഷൻ സിസ്റ്റത്തിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹെഡ്ജ് ചെയ്തിട്ട് ഒരു 1000 റുപ്പീസിനുള്ളിൽ നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഡയറക്ഷനിലേക്ക് ഒരെണ്ണം വിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. വീണ്ടും കൺസോൾട്ടേഷനിലേക്ക് മാർക്കറ്റ് പോവാണ്. ഇവിടെ 65 ഒരു റിജക്ഷൻ ഏരിയ ആണ്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു റീക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഏത് നിമിഷം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴൊന്നും ആ ഹെഡ്ജിങ് നമ്മൾ ഒഴിവാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം 221 മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ ലൈൻ മുട്ടുക, അതിനുശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ എന്തായാലും ഒരടുത്ത മൂവ്മെൻറ്റ് എന്തായാലും വരത്തുള്ളൂ. അപ്പോൾ ഒരു ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് വരെ നമുക്ക് സിംഗിളിലോട്ട് ഹെഡ്ജ് ചെയ്തിടാതെ നിവർത്തില്ല. ഏത് നിമിഷവും ഇവിടെ നിന്നൊരു ക്യാൻഡിൽ ഹൈ ക്യാൻഡിൽ മൂവ് ചെയ്ത് 221 ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇപ്പോഴൊന്നും നമുക്ക് ഒരു കൺഫർമേഷൻ എടുക്കാൻ പറ്റില്ല. ഈ റെഡൊന്നും
അത്ര വലിയൊരു പ്രോഫിറ്റ് ഒരു എന്താ പറയണ ഒരു കൺഫേം റെഡ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 221 നിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ ടച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്തൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഹെഡ്ജിങ് ഒഴിവാക്കത്തുള്ളൂ. പിന്നെ ആവറേജിങ്ങിലേക്ക് പോകും. നമ്മൾ പറഞ്ഞ ആ ഒരു 221 മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെല്ലേണ്ടടുത്ത് മാർക്കറ്റ് ചെല്ലണം. അത് വരാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു കൺഫർമേഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ താളം തല്ലി നിൽക്കുകയാണ്. എന്തും എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. രണ്ടാമതും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ ഹെഡ്ജ് ചെയ്ത് അവിടെ നിൽക്കട്ടെ. നല്ല രീതിയിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്. നമ്മൾ പറഞ്ഞത് SMA മുകളിലേക്ക് വരണം. അതുവരെ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ 9.45 ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ മാർക്കറ്റ്. ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ, അതായത് ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് 23,210 മാർക്കറ്റ് മൂവ് ചെയ്യണേ. ഈ ഒരു 22,676 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 22,322 മാർക്കറ്റ് ഫാളാവുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഹെഡ്ജ് ചെയ്തിട്ടാലും പ്രോഫിറ്റബിൾ ആണ്. ഇപ്പോൾ മാർക്കറ്റ് സിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ അതേ ഏതാണ്ടൊക്കെ രീതിയാണ്. കാരണം 1, 2, 3 അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ ഈ ബ്ലൂ ലൈൻ ഞാൻ അവിടെ നിന്ന് മാറ്റുകയാണ്. ആ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പറന്നു കഴിഞ്ഞാൽ 22,790 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു 411 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നലെ ക്ലോസ് ചെയ്ത ലെവലിൽ നിന്ന് ഇന്നലെ ക്ലോസ് ചെയ്ത ലെവൽ എത്രയാണ്? 22,573. അപ്പോൾ അത് നമ്മളിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ മറന്നുപോയി. 22,573 പ്ലസ് 411 22,984. 22,984 എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? 22,984 എന്തെങ്കിലുമൊക്കെ കാണും, കാണാതിരിക്കത്തില്ല. ആ ഉണ്ട് കേട്ടോ. 22,984 ഒരു ഡബിൾ കൺസോൾട്ടേഷൻ സോണുണ്ട്. അപ്പോൾ വൈകിട്ട് മാർക്കറ്റ് 2 സ്ഥലത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ. ഒന്ന് ഈ ബോക്സിനകത്തായിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ചാൻസ്. മേളിലോട്ട് പോയില്ലെങ്കിലും ഇവിടെ കുറേ കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് മേളിൽ വന്നിട്ട് എഗെയിൻ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് പിന്നെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 3 മണിക്കായിരിക്കും പിന്നത്തെ ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് ഉണ്ടാവണേ. നേരെ താഴത്തോട്ടാണെങ്കിൽ എവിടം വരെ കൺസോൾട്ടേഷൻ സോൺ വരാം? 22,480 കൺസോൾട്ടേഷൻ സോൺ വരാം. അപ്പോൾ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ ഉണ്ടാവും. പിയിൽ അല്ലെങ്കിൽ സിയിൽ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഇപ്പോൾ ഉടനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 22,490 അതായത് ഇപ്പോൾ SMA എത്തി നിൽക്കുന്നത് 22,481 490 സപ്പോർട്ടിംഗ് സോൺ. അപ്പോൾ ഒരു സഡൻ ഫാള് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഒരു സഡൻ ഫാള് എന്തായാലും 15 മിനിറ്റിൻ്റെ 2 9:10 കൂടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടത്തെ കാര്യം ആദ്യം നമുക്ക് തീരുമാനമാക്കാം. സിയിൽ അവിടെ കിടക്കട്ടെ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവറേജ് ചെയ്യാം. ഇത് 79 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 91 ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതാ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരണം. ഇപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ പിന്നെ കണ്ടിന്യൂഷൻ മേളിലോട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഇവിടുത്തെ കാര്യത്തിലൊരു തീരുമാനമാക്കാം ആദ്യം. 79 ടച്ച് ചെയ്തിട്ടില്ല. RSI സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്.
സി അവിടെ നമുക്ക് ആവറേജിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഈ പാർട്ട് കഴിഞ്ഞിട്ടുള്ള പുറകെയുള്ള വീഡിയോയിൽ അതിൻ്റെ ആവറേജിങ്ങിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 80 ബ്രേക്ക് ചെയ്താൽ 85ലേക്കൊരു 5 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ അതിനു മുമ്പ് നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആകുമ്പോൾ ഈ എന്താ പറയണ്ടേ, ഈ ഒരു SMA താഴത്തേക്കാണോ എന്നുള്ള കാര്യത്തിൽ മാത്രം നോക്കിയാൽ മതി. ഇതെന്തായാലും ഞാൻ ഉപേക്ഷിച്ചിട്ടേക്കാണ്. ഈ സ്ട്രൈക്ക് എന്തായാലും ഞാൻ ഉപേക്ഷിച്ചിട്ടേക്കാണ്. എൻ്റെ മെയിൻ ഫോക്കസ് സിയിലേക്ക് തന്നെയാണ്. ഈ 221 എന്നുള്ളത് മറക്കാനായിട്ട് താൽക്കാലികമായിട്ട് ഉദ്ദേശമില്ല. അതിൻ്റെ റീസൺ 15 മിനിറ്റ്സിൽ ഇപ്പോഴും മാർക്കറ്റ് എന്താ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ വരും? 243 വരെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്കൊരു തീരുമാനം എന്തായാലും ഉടനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിൽ മാറിയും മറിഞ്ഞും നിൽക്കുകയാണ്. ഈ ബോക്സിന് പുറത്തേക്ക് പോവാതെ മാർക്കറ്റിന് എന്തായാലും ഒരു ഈസി മൂവ്മെൻറ്റ് കിട്ടത്തില്ല. ഒരു 2000 വരെ ലോസ് ഒന്നും നമുക്ക് വിഷയമില്ല. രാവിലെ ഒരു 25 പോയിന്റ് സിയിലും ബിയിലായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രോഫിറ്റിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റും. കാരണം അതിവിടെ നോക്കിയേ, എന്നാണ് വെനസ്ഡേ, അതായത് 29 മെയ്യിൽ ഉണ്ടായിരിക്കുന്ന പക്ക കൺസോൾട്ടേഷൻ സോണാണ് 22,748.88. ഓട്ടോമാറ്റിക്കായിട്ട് 227.48.88 പക്ക കൺസോൾട്ടേഷനാണ്. അതിൻ്റെ മുകളിലുള്ള ലൈൻ നോക്കിക്കഴിഞ്ഞാൽ 22,796.5, 22,796.5. താഴത്തെ ലെവൽ നോക്കിക്കേ, 22,701.25. അവിടെ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. അവിടെ വളരെ പക്ക കൺസോൾട്ടേഷനാണ് അവിടെ. ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഡയറക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ റെഡ് ലൈൻ്റെ ഭാഗത്തേക്കെങ്കിലും മാർക്കറ്റ് ഒരു ഫാൾസ് ബ്രേക്കൗട്ട്. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ബ്രേക്കൗട്ട് ത്രൂ ഔട്ട് കിട്ടത്തില്ല. നമ്മളെ പറ്റിക്കും. കാരണം ഒരു ബ്രേക്ക് ഡൗൺ ഇട്ടിട്ട് നമ്മളെ പറ്റിക്കും. നമ്മൾ വിചാരിക്കും അത് ബ്രേക്കൗട്ട് ആയെന്ന്. അപ്പോൾ ഒരു 75% എങ്കിലും ഒരു ക്യാൻഡിൽ 22,796 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ. കാരണം കൺസോൾട്ടേഷൻ ഇതേപോലത്തെ പക്ക കൺസോൾട്ടേഷൻ സോണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം അതാണ്. ഒരു ആവറേജ് ലൈൻ ആ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 75% അല്ലെങ്കിൽ 70% എങ്കിലും ബ്രേക്കൗട്ട് ക്യാൻഡിൽ മുകളിൽ പോയി നിന്നിട്ടേ അടുത്ത ട്രെൻഡിൽ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ക്ലോസ് ചെയ്യും. നേരെ മറിച്ച് കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അത് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യണം. ഇന്നത്തെ ഡേ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് 30 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് നിലവിൽ. ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് 30 മിനിറ്റിൽ ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറണം. എന്നാലേ നമുക്കൊരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മേ ബി ഇത് ഗ്രീനിലേക്ക് കയറുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് ഒന്ന്, അതിൻ്റെ കൂട്ടത്തിൽ മാർക്കറ്റ് താഴത്തേക്ക് പോരാം, ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഹൈ വോളിയത്തോട് കൂടിയുള്ള ബ്രേക്കൗട്ട് മേളിലോട്ട് പോകും. ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉള്ള ചാൻസസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ 61 ബ്രേക്ക് ചെയ്താൽ 62 മുതൽ 67 വരെ 5 പോയിന്റ് നമുക്ക് സ്കാൽപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്തിരി കൂടെ താഴത്തോട്ട് പോകുന്നു.
ക്രോസ് ഓവറായി. 2 മിനിറ്റിൽ സിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ഇപ്പുറത്ത് 5 മിനിറ്റിൽ RSIക്ക് ഒരു ക്രോസ് ഓവർ മാർക്കറ്റിൽ മൂവായി വന്നിട്ടുണ്ട്. അപ്പോൾ 200 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 221 മാർക്കറ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആവണേ. RSI അനുകൂലമായിട്ട് സിയിലേക്ക് അനുകൂലമായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അവിടെ 33 സെക്കൻഡ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. അപ്പോൾ 200 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 221 മൂവ്മെൻ്റ് ഉണ്ടാവത്തുള്ളൂ. ഇന്ന് മെജോറിറ്റി നമുക്ക് ഇൻഡെക്സ് അതേപോലെ ഫ്യൂച്ചറൊക്കെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഏകദേശം ഒരു കണക്കൂട്ടൽ കിട്ടത്തുള്ളൂ. നിഫ്റ്റി ഫ്യൂച്ചർ ടൈം 41 45 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടെ 22,808 ബ്രേക്ക് ചെയ്താൽ 880 ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാവും. 880 15 മിനിറ്റ്സിൽ. കാരണം അവിടെ സ്പേസ് ഓൾറെഡി റണ്ണിങ് സ്പേസ് ഇട്ടിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ്. നമുക്ക് പിയുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാം. ഡെൽറ്റ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിയുടെ സ്ട്രൈക്ക് 22,800 ഒന്ന് മാറ്റി പിടിക്കാം. അല്ലെങ്കിൽ മുന്നാലെ മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. $197 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിയിൽ 210 മൂവ്മെൻറ്റ് കിടപ്പുണ്ട്. 196.52 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 210 ബ്രേക്ക് ചെയ്താൽ 221. വളരെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷനാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വൈറ്റ് ഡോട്ട് മാർക്കറ്റ് എന്തായാലും ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ആ ഒരു 22,798.60 22,798.60 ആ ഭാഗത്തേക്ക് ഒരു വിക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ വൈറ്റ് ഡോട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ഈ വൈറ്റ് ഡോട്ട് ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. ആ ഡോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 23,000 ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ പോലെ ഈ ബോക്സിൽ മാക്സിമം കൺസോൾട്ടേഷൻ ആയിരിക്കും. ഇന്ന് മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. കാരണം ഇവിടെ നിന്ന് താഴത്തോട്ട് ഈ SMA ചെല്ലണം. അതുവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷനായി ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മേ ബി ബ്രേക്ക്ഔട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അതിനു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പിംഗ് ആണ് പോസിബിലിറ്റി ഉള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ 197 ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് 207 മൂവ് ചെയ്തു. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 210 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് ക്യാൻഡിൽ 221 വരെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് ഇട്ടേച്ചാണ്. $210 ബ്രേക്ക് ചെയ്താൽ 221 മാർക്കറ്റ് പോകത്തുള്ളൂ. 197 മുതൽ 207 വരെയുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. നമുക്കിത് അത്ര പന്തിയല്ല ഇവിടെ. നമ്മളത് എക്സിറ്റ് ചെയ്തു. അത്ര സുഖമായിട്ട് തോന്നുന്നില്ല, എന്തൊക്കെയോ എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. നമുക്ക് വേണമെങ്കിൽ റീ എൻട്രി ചെയ്യാം. സ്കാൽപ്പിങ് വലിയ പ്രശ്നമില്ലാത്തൊരു ഏർപ്പാടാണ്. 210 ബ്രേക്ക് ചെയ്താൽ 221.
നമ്മളും വെറുതെ ധൃതി പിടിക്കണ്ട, നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരട്ടെ. അപ്പോൾ എനിവേ നമ്മളിവിടെ എൻട്രി എടുത്ത ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ നേരത്തെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ലോസിൽ പോയതാണ്. അത് കോസ്റ്റ് ടു കോസ്റ്റ് വന്നപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെയാണ് ആ ഒരു സാധനം മൈനസിൽ നമുക്ക് വേറൊരെണ്ണം കിടന്നു വെച്ചത് നമുക്ക് ഇവിടെ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ 210 ബ്രേക്ക് ചെയ്താൽ 221ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 153ലേക്കൊരു മൂവ്മെൻറ്റ് ഇപ്പുറത്ത് നമുക്ക് പോസിബിളായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ 221 രാവിലെ തൊട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആ 221ലേക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. രാവിലെ എന്തോ ടെക്നിക്കൽ എറർ ഉണ്ട്. പോസിറ്റീവിലേക്ക് പോകുമ്പോൾ മൈനസും മൈനസിലേക്ക് പോകുമ്പോൾ ഇതും കാണിക്കണം. അപ്പോൾ സിസ്റ്റത്തിൽ ഇന്ന് എൻട്രി എടുക്കേണ്ട, മൊബൈലിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. 205 ബ്രേക്ക് ചെയ്താൽ 221ലേക്ക്. 221 രാവിലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഏരിയ ആണ്. 221 നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അങ്ങോട്ട് ഒരു തീരുമാനമാവാതെ ഒന്നും എന്തായാലും നമ്മൾ ഇപ്പുറത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു രീതി. കാരണം നമ്മൾ ആഗ്രഹിച്ചതാണ് ഈ 221. അത് നമുക്ക് കിട്ടൂല്ലെന്ന് നോക്കാം. പിയിൽ 135 ബ്രേക്ക് ചെയ്താൽ 143ലേക്ക് ഒരു സഡൻ മൂവ്മെൻറ്റ് കിട്ടും. അത്രേ ഉള്ളൂ സേഫായിട്ടുള്ളൊരു ഏരിയ. ഈ റെഡും ഗ്രീനൊന്നും അത്ര വലിയ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഏത് നിമിഷവും ഇത് താഴത്തോട്ടൊക്കെ ഫാളാവാം. ഇത് ഈ ആൾക്കാരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണം. കാരണം ഇപ്പോഴും ബോട്ട് ജെട്ടി എന്തായാലും എടുത്തിട്ടില്ല. ഇപ്പോൾ സ്പേസ് ഏതാണ്ടൊക്കെ ഒരു ഈക്വലായി വന്നിട്ടുണ്ട്. അതായത് ഈ സ്പേസും ഈ സ്പേസൊക്കെ ഏതാണ്ടൊക്കെ ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കൺഫേം ആയിട്ടുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ PE 135 മുകളിൽ പോയാലാണ് കൺഫേം ആയിട്ടുള്ളൊരു മൂവ് കിട്ടത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം 205 മുകളിലേക്ക് പോയാൽ 221 ഇവിടെ ഒരു ഏരിയ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വൺ 135 മുകളിലോട്ട് പോകാതെ ഒരു പരിപാടി നടക്കുകയില്ല. ഇവിടെ 187 താഴത്തോട്ട് വരാതെ ഒരു പരിപാടി നടക്കുകയില്ല. അപ്പോൾ ഈ ഗ്രീൻ കണ്ടിട്ട് ചാടിക്കയറി അത് ഗ്രീനാണെന്നും പറഞ്ഞ് എടുത്ത് വെറുതെ ലോസ് വരുത്തി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു ലോസ് എന്തായാലും റിക്കവർ ചെയ്തു. നമ്മൾ ഇതിൽ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് ഒരു എൻട്രി എടുത്തിട്ടാണ് നല്ല രീതിയിൽ ലോസിലേക്ക് പോയിട്ട് തിരിച്ചത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എക്സിറ്റ് ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ ലോസ് ഒന്നും വന്നിട്ടില്ല. അതായത് സിയിലത് നമ്മൾ ഹോൾഡ് ചെയ്ത് ലോക്കിലേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി പിയിലത് ലോക്കിലേക്കാക്കി എടുക്കാനുണ്ട്. എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാത്ത മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ചാടിക്കയറി ഗ്രീനും ഇതൊന്നും ട്രേഡ് എടുക്കാതിരിക്കുക. ആകെ സേഫായിട്ടുള്ള സോൺ 135 ബ്രേക്ക് ചെയ്താൽ 142ലേക്കുള്ള ഒരു 7 പോയിൻ്റ് അത് മാത്രമാണ്. അല്ലെങ്കിൽ 146ലേക്കുള്ളൊരു മൂവ്മെൻ്റാണ് ഇത്തിരി സേഫായിട്ടുള്ളൊരു മൂവ്മെൻ്റായിട്ട് നിൽക്കുന്നത്. അതിനപ്പുറത്തെല്ലാം റിജക്ഷനും ആകെ പരിതാപകരമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. സേഫായിട്ടുള്ള സോൺ 136 തൊട്ട് 146 വരെ, 136 തൊട്ട് 143 വരെയുള്ള പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ RSI ഇവിടെ ക്രോസ് ഓവർ ആവുന്നുണ്ട് 2 മിനിറ്റിൽ. ഇപ്പുറത്തും 2 മിനിറ്റിൽ SMA ഭാഗത്ത് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫാള് വന്നാൽ നല്ല രീതിയിൽ ഫാളായി പൊക്കോളും. ഒരു മടക്ക് വരുന്നുണ്ട് 2 മിനിറ്റിൽ. ഇപ്പം 120 ഒരു സപ്പോർട്ടിങ് സോണായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ ബ്രേക്ക് ചെയ്യണം? 130 ഇപ്പോൾ 201 ആണ്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 221. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. 203. ഇപ്പോൾ മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ടാണ്. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ ഉറപ്പിച്ച് മനസ്സ് വെച്ചിരുന്നു കഴിഞ്ഞാൽ എന്താവും? നടക്കേണ്ടത് നടക്കേണ്ട പോലെ നടക്കും. ഓക്കെ, അതാണ് നമ്മളൊരു ചാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. അതാണ്
നല്ല രീതിയിൽ പറന്നു പോകും. എങ്ങോട്ട് പോകുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ മറ്റേതിലുള്ള ലോസും റിക്കവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, 221 മൂവ്മെൻറ്റ് എന്താണെങ്കിലും 221 ആണ്, 5000 മേലെയാണ്. എന്തായാലും അത് അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ. ബൈ. ഇപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കാണാം. 4320 ആ ലെവലിലാണ്. ചെറിയൊരു മൂവ്മെൻറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് പൊക്കത്തോട്ട് പോകും. ഇവിടെ ആണെങ്കിലും സെല്ല് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നുമില്ല. ആ സാധനം ഇനിയും പറന്ന് മുകളിലോട്ട് പോകാനുള്ളതാണ്. എങ്ങോട്ടാ? ഇത് ബ്രേക്ക് ചെയ്ത് അങ്ങ് മാർക്കറ്റ് പോട്ടെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഈ ഒരു ചാർട്ട് കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് വരും. എന്താണെങ്കിലും 221 വരാതെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. അത് ധൈര്യത്തോടെ നമുക്ക് നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രമാണ് നമുക്കതിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ഇനി 139 പോകും. എവിടെ ബ്രേക്ക് ചെയ്താൽ 1114 ബ്രേക്ക് ചെയ്താൽ മാത്രം. ഇത്രേ ഉള്ളൂ. നമ്മൾ പേടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ പറഞ്ഞത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്തവും കുന്തവും ഇല്ലാത്ത മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റ്. ഇത് എവിടം വരെ വരും? ഞാനൊരു ഏരിയ പറയാം. 272 ഇതിൻ്റെ റിജക്ഷൻ. എന്താ അവസ്ഥയെന്ന് നോക്കാം. ഞാൻ പറയുന്നത് ഇതിൻ്റെ റിജക്ഷൻ ഏരിയ 272 ആണെന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സ്ട്രഗിൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടുത്തെ റിജക്ഷനാണ് ആ കാണുന്നത്. ആ റിജക്ഷനും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മുട്ടുകയാണെങ്കിൽ 272 മുട്ടും. മുട്ടിനെ നമ്മൾ മുട്ടിക്കും. ഈ നിൽക്കുന്ന കൺസോൾട്ടേഷൻ സോണൊന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ സാധനം 272 ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ റിജക്ഷൻ ഇത് വരുന്നതെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ വോളിയാണ് മാർക്കറ്റിൽ. ഈ ഒരു ടിപ്പിൻ്റെ ഏരിയയും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 272 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഈ മടക്ക് വരുമ്പോൾ നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കണമെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതാകുമ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. മാർക്കറ്റ് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദൂരം കൂടെ പോയാൽ 272 ടച്ച് ചെയ്യും. 272 ടച്ച് ചെയ്താൽ നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഞാനും ഹാപ്പി, ലൈവിലുള്ളവർ ഹാപ്പി, കണ്ടുകൊണ്ടിരിക്കുന്നവർ ഹാപ്പിയാണ്. 254 പോയിൻ്റ്, 256 56, 58, 60, ഒരു 12 പോയിൻ്റ് കൂടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു 272 എന്ന് പറഞ്ഞുള്ളൊരു ഏരിയയിൽ മുട്ടിക്കഴിഞ്ഞാൽ സന്തോഷവും സമാധാനമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 10:22 നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ, അതായത് ഓപ്പൺ 242 ആണ്. ഒന്നെങ്കിൽ 240 നമുക്ക് എക്സിറ്റ് ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ 272 എക്സിറ്റ് ആവാം. ഇത് രണ്ടിലെവിടെയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വേണം നിൽക്കാൻ. ഒന്നെങ്കിൽ 272, ഇല്ലാന്നുണ്ടെങ്കിൽ 250 ലോവർ പിന്ന് വന്നിട്ടുണ്ട്. RSI അനുകൂലമായിട്ട് നിൽക്കുകയാണ്. എന്താണെങ്കിലും 272 മുട്ടും എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, കുറച്ച് താഴത്തോട്ട് പോയിട്ടാണെങ്കിലും. കാരണം അത് ഒരു വർഷം ഈ ചാർട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് ദൈവം സാധിച്ചു തന്നു കഴിഞ്ഞാൽ അവിടെ എക്സിറ്റായിട്ട് പരിപാടി തീർത്തേക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ലോവിൽ അത്രയും മതി. കാരണം 10 പോയിൻ്റ് ആഗ്രഹിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞ് തന്നെ അത് സ്വപ്നതുല്യമായിട്ടുള്ള മൂവ്മെൻറ്റാണ്. 210 മുതൽ 256 വരെ, അതായത് 46 പോയിൻ്റ്, 54 മിനിറ്റ് ആയിട്ടുണ്ട്. 1 മണിക്കൂറിൽ 272 മുട്ടിക്കാം. ഒരൊറ്റ ബിക്ക് ട്രിഗർ പോയിൻ്റ് 272 ഇട്ട് വെച്ചാലും പ്രശ്നങ്ങളില്ല. ഇരുന്നൂറ്റി 261, 263,
264, 8 പോയിന്റ് കൂടെ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ലോവിലേക്ക് നമുക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. അതായത് 250 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 10 പോയിന്റ് വ്യത്യാസത്തിൽ ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും നമുക്ക് പോകുന്നില്ല. എങ്കിലും ആ 272 ടച്ച് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ട്രെയിൽ ചെയ്ത്. ഇപ്പോൾ 250 പോയാലും നമുക്ക് വിഷയമില്ല. നമ്മൾ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ, ഇപ്പം മൗസ് അനക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ 240 ആയിരുന്നു, അത് 250 വെച്ചാലും നമുക്ക് വിഷയമില്ല. ഇപ്പോഴും 250 ആയിട്ടില്ല. ഇതിൽ ചെറിയൊരു ലോ അടിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു ഈവനിങ് സ്റ്റാർ പോലെ എത്തിക്കൂ. 259, 260, ഒരു 12 പോയിന്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിക്കോളാം. ചിലപ്പോൾ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് ഒരൊറ്റടിക്ക് മേളിലോട്ടൊക്കെ പോയിക്കൂടായില്ല. 10 പോയിന്റ് വ്യത്യാസമുള്ളൂ. നമുക്ക് ട്രെയിൽ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. ചിലപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ഡൗൺ വരും. ആ ഡൗൺ വന്നാൽ 210 ആ ഡൗൺ ഫാളാവുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞതെന്താ, ഈ നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോൾ നമുക്കൊരു സംശയം തോന്നി. കാരണം അത് ഫാള് വന്നാൽ 210 സഡൻ ഫാള് വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് മാക്സിമം ട്രെയിൽ ചെയ്ത് നമ്മൾ 250 ഇറങ്ങിയത്. 9 പോയിന്റ് വ്യത്യാസത്തിൽ ഇറങ്ങി. ചിലപ്പോൾ തിരിച്ച് മേളിലോട്ടൊക്കെ പോകാം, പോയിക്കൂടാകിയൊന്നുമില്ല. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് പോവാം. എനിവേ അത് എത്തായികയൊന്നും ഇല്ല കേട്ടോ, എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക് ചെയ്തിട്ടൊക്കെ നോക്കിയാൽ മതി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു പന്തികേട് വന്നതുകൊണ്ടാണ് നമ്മൾ 250 ഇറങ്ങിയത്. 258, 8 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. അങ്ങനെ മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക. ഇനി 261, ബ്രേക്ക് ചെയ്താൽ 272 ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. കാരണം മുട്ടാനാണെങ്കിൽ പണ്ടേ മുട്ടിയേനെ. അതിൻ്റെ ഇടക്ക് ഇങ്ങനെ ഒരു സ്ട്രഗിളിങ് വന്നപ്പോഴത്തേക്കും പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നല്ലപോലെ നടക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു റീസൺ കാണും. കാണാതെ എന്തായാലും റീസൺ കാണാതെ ഇരിക്കത്തില്ല. അതെന്താണ് അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. അതായത് ഈ 2 ക്യാൻഡലിൻ്റെ ടോപ്പ് എഡ്ജിൽ ഇടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഇവിടെ ക്രോസ് ഓവറായി. അപ്പം ഈ ക്രോസ് ഓവറിൽ നിന്ന് ഈ ക്രോസ് ഓവർ വരെ പ്രോഫിറ്റ് എടുത്താലും ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആണ്. എന്തായാലും 272 മുട്ടാതെ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ലൈവ് എന്തായാലും വൈൻഡപ്പ് ചെയ്യില്ല. അതാ റിജക്ഷനാണ്. ഇനി ഇത് ഗ്രീനിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ചാൻസ് ഉണ്ട്. 5 മിനിറ്റിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പ്രീവിയസ് ക്യാൻഡലിൻ്റെയൊക്കെ ഒരു ടിപ്പിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് മാർക്കറ്റ് നമ്മൾ പറയുന്ന ആ ഒരു സ്പേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഫില്ലിങ്, ഇവിടുത്തെ വലിയ ക്യാൻഡലിൻ്റെ ടിപ്പ്, ഇവിടുത്തെ ക്യാൻഡലിൻ്റെ ഹൈ, ഇതൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങ് ഒന്ന് ബ്രേക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോയി റിജക്റ്റ് അടിക്കാനുള്ള ഏരിയ എന്ന് വെച്ചാൽ 22,908 അത് മൈൻഡിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ 172 ഒരു സേഫ് സോണാണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ ട്രേഡാണ്. ഞാൻ ഇവിടെ പക്ക എൻട്രി എടുത്ത സ്ഥലം 200 തൊട്ട് 250 വരെ 50 പോയിന്റ് ഈസി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, 258, 260, 264, 265, 269 പോട്ടെ, 272, 262. ഓക്കെ, ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ ഇവിടെ തന്നെ 66 ഒരു ബൈ. അവിടെ കിടക്കട്ടെ. അപ്പോൾ ഓൾമോസ്റ്റ് 250 മുതൽ 200 നമ്മൾ പറഞ്ഞ 72 അവിടെ വരാതെ നമ്മൾ ട്രേഡ് അവസാനിപ്പിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 മുതൽ
72 വരെയും 22 പോയിൻ്റാണ് സിംഗിൾ മൂവിൽ കിട്ടിയത്. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഓക്കെ, അതും പോയാൽ ഇനി 300ലേക്കാണ് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 300 വരെ മാർക്കറ്റ് പോകും. അപ്പോൾ ഞാനവിടെ ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ലോട്ടിൽ എടുത്തിട്ട് അപ്പുറത്തുറന്ന് ഓപ്പോസിറ്റ് ആവറേജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ, അതായത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ബോഡി ലോ, അതായത് 200 ഓപ്പൺ 269 272 നമ്മുടെ ടാർഗറ്റ് പ്രൈസ്. അതിൻ്റെ 269 ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇത് ഡോജി ക്യാൻഡിലായാൽ മാത്രമാണ് നെക്സ്റ്റ് ക്യാൻഡിൽ 300 ഇട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മളെന്താണ്, ഒരു ട്രേഡ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടാർഗറ്റിൽ എത്തണമെന്നുള്ള കോൺഫിഡൻറ്റ് എങ്ങനെ കിട്ടും? നമ്മൾ സസ്റ്റെയിനായിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തണമെന്ന് പറഞ്ഞാൽ അവിടെ എത്തണം. ആ കോൺഫിഡൻറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റജി ഒരു വർഷത്തിന് മുകളിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് മാത്രം കിട്ടുന്ന. നമ്മൾ 250 ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് അതേ 250 എൻട്രി എടുത്തിട്ട് 272 നമ്മൾ എക്സിറ്റ് ചെയ്ത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് എല്ലാം ഡണ്ണാണ്. നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ ഇതൊരെണ്ണം എന്താ പറയണേ, ഒരു ലോട്ടറി കോൾ പോലെ ഞാൻ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ലോസ് വന്നാൽ എത്ര വരാം? സിംഗിൾ ലോട്ട് ഇത് ലോട്ടറി കോളാണ്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് ചുമ്മാ ഇട്ടിരിക്കുകയാണ്. ഇതിൽ 66 ഇൻറ്റു 25 1650. കൂട്ടത്തിൽ ഈ ഒരു 600 കൂടെ കൂടി വന്നാൽ മാക്സിമം പോകുന്ന 2000 റുപ്പീസാണ്. പക്ഷേ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടണത് കിട്ടട്ടെ. എന്തായാലും നമ്മൾ അതിൽ കൂടുതൽ പ്രോഫിറ്റ് 250 മുതൽ 272 അതിൻ്റെ താഴത്തു നിന്നുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് ഡണ്ണായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്തെങ്കിലും കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താവാൻ പറ്റി, പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്. അപ്പോൾ ഇതേപോലെ റിവൈൻഡ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ടൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. ഇനിയും പറഞ്ഞ പോലെ സംശയമുള്ളവർ സംശയിച്ചിരിക്കത്തുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എന്താ പറയണ്ടേ, നമ്മൾ ഈ ക്രോസ് ഓവറിൽ നിന്ന് അടുത്ത ഗ്രീനിലേക്ക് എത്തുമ്പോൾ 272 ടച്ച് ചെയ്യുമെന്നാണ് നമ്മൾ ഉറപ്പ് പറഞ്ഞിരുന്നത്. ആ ഒരു ഉറപ്പിലാണ് നമ്മൾ കാര്യങ്ങൾ പര്യവസാനിപ്പിച്ചത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ലോട്ടറി കോളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. 10:40 നമ്മുടെ ടാർഗറ്റ് ഡണ്ണാണ്. 10 മണിക്ക് എവിടെ എത്തി? 10:15 10 മണി 10:15 ആദ്യത്തെ ടാർഗറ്റ് സോൺ. അത് ഓൾമോസ്റ്റ് ഇവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനി പോയി കഴിഞ്ഞാൽ 300ലേക്കൊക്കെ പോകും. എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, 300 600 1000 പൊക്കോട്ടെ, നെവർ മൈൻഡ്. നമ്മുടെ മനസ്സിലിണങ്ങിയ ഒരു ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്.